നമസ്കാരം. കേരളക്കരയാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ബോച്ചെ പുതിയ ഫ്രാഞ്ചൈസിയുടെ ഓയൂരത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദിയിലാണ് സമുദ്രാവിഷൻ ഇപ്പോഴുള്ളത്. മലയാളക്കരയുടെ മനം കവർന്ന ബോച്ചെ പുതിയ ഔട്ട്ലെറ്റ് കൊല്ലം ഓയൂർ പയ്യക്കോടിൻ്റെ മണ്ണിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ബോച്ചെ ആകെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൊല്ലം ഓയൂരിൽ പുതിയൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അതിൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള ശ്യാം സാറും ലക്ഷ്മി മാഡം നമ്മളോടൊപ്പമുണ്ട്. എന്തൊക്കെയാണ് അവരുടെ പറയാനുള്ള എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. എന്തായാലും വളരെ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചെ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തതും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. എങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് കേരളക്കരെ ആകെ ഈ പറയുന്ന രീതിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ബോച്ചെ എന്ന് പറയുന്നത്. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഡെലിവറൻസ് തുക സ്വരൂപിക്കുന്നതിനായിട്ടാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത്. അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ സംഘടിപ്പിച്ച ബോച്ചെ ചലഞ്ച് മലയാളികൾ നെഞ്ചോടേറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സേവനപരവും മാതൃകാപരവും ഭാവിയുടെ വിശാല കാഴ്ചപ്പാടിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ വേറിട്ട ബിസിനസ് സംരംഭമായ ഫിജിക്കാർട്ടിനും ജനശ്രദ്ധയാകർഷിക്കാനും നിരവധി തൊഴിൽ സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിൻ്റെ അതിശയോക്തിയില്ലാത്ത തെളിവാണ് കൊല്ലം ഓയൂർ പയ്യക്കോട് ഫിജിക്കാർട്ട് ബിസിനസ് പാർട്ട്ണർ കൂടിയായ ശ്യാം ലക്ഷ്മി ദമ്പതികളുടെ ബോച്ചെ ഔട്ട്ലെറ്റ് എന്ന ആശയം യാഥാർത്ഥ്യമായത്. നമസ്കാരം ബോബി സാറേ. കൊല്ലം ജില്ലയിൽ ബോബി സാറിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ശരിക്കും ഒരു ഗ്രാമപ്രദേശത്താണ് സാർ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഔട്ട്ലെറ്റുകൾ കൊല്ലത്ത് ഒരുപാട് ഇങ്ങനെ ഓപ്പൺ ആകുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് തൊഴിൽ സംരംഭവും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒത്തിരി പേര് അത് ഫേക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പല ചാനൽ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ബോച്ചെ 40 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ടൊരു സൗജന്യ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് 40. ഒരുപാട് പേർക്ക് കോടിക്കണക്കിന് രൂപ പ്രൈസ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ചിലവരൊക്കെ ഈ 40 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് ബ്ലാക്കിൽ വെക്കുന്നതായിട്ടും പല ഫേക്ക് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞാൽ നടപടി എടുക്കും. ചിലവർ തമിഴ്നാട്ടിലും മറ്റും കൊണ്ടുപോയിട്ട് ബ്ലാക്കിൽ വെക്കുന്നുണ്ട്. മറ്റ് സാധനം നമ്മളറിയാതെ പെർമിഷൻ ഇല്ലാതെ മറ്റ് ചില ഇത് മറ്റ് പലചരക്ക് സാധനങ്ങളുടെ കൂടെ 500 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു ബോച്ചെ ഫ്രീ വിത്ത് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലും അതൊക്കെ നമ്മൾ അറിയുമ്പോൾ നടപടി എടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തുടങ്ങാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ നാട്ടുകാർക്ക് നല്ല ചായ കുടിക്കാൻ. ഓക്കെ സാറേ, അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഫിജിക്കാർട്ടിലൂടെ ഒത്തിരി പേർക്ക് യുവ സംരംഭകർക്കും പ്രായഭേദമന്യേ സാറ് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിനെ തന്നെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ബോച്ചെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, കൂപ്പൺ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ, ടീ പാക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ബോച്ചെ 40 രൂപയ്ക്ക് വാങ്ങുമ്പോൾ കൂപ്പണൊപ്പം ടീ കിട്ടും. കൂപ്പൺ ഫ്രീ ആണ്. 300ഓളം സെൻറ്ററുകളുണ്ട്. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ബോച്ചെ ഗോൾഡ് ലോൺ, പിന്നെ മലങ്കര ഫ്രാഞ്ചൈസി, അതുപോലെ 300ഓളം ബോച്ചെ പാർട്ട്ണർ പോലുള്ള ഫ്രാഞ്ചൈസി കടകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം ഒരു 500ഓളം സെൻറ്ററുകളിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ പലർക്കും സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് സെയിൽസ് വന്നപ്പോൾ സ്റ്റോക്ക് തീർന്നു പോയി. അതേത് പ്രോഡക്റ്റും നല്ലത് വരുമ്പോൾ ചിലപ്പോൾ ഷോർട്ടേജ് വരും. അതുകൊണ്ട് തുടങ്ങിയ സമയത്ത് പലർക്കും വൈകിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ വന്ന് വാങ്ങണില്ല. അവർക്ക് കടയിൽ വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഫോൺ കാണിച്ചിട്ട് അത് വാങ്ങാം. എക്സ്പയറി ഡേറ്റിന് മുമ്പ് 1 വർഷത്തിനുള്ളിൽ അത് വാങ്ങണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മളത് കളയും. അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങാം. ഇത്രയും സെൻറ്ററുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ കിട്ടുന്നുള്ള അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. 500 സെൻറ്ററുകളിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. വാങ്ങാത്തതിന് ഇപ്പോൾ ചിലർ വാങ്ങുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് വാങ്ങും. ചിലപ്പോൾ മാസത്തിൽ 1 പ്രാവശ്യം വന്ന് വാങ്ങണവരുണ്ട്, ഒരുമിച്ച് വന്ന് വാങ്ങണവരുണ്ട്. കാരണം ഈ 40 രൂപയുടെ വാങ്ങാൻ വന്നിട്ട് ചിലവിന് പകരം ഇപ്പോൾ മാസത്തിൽ വന്ന് വാങ്ങും, ആഴ്ചയിൽ വന്ന് വാങ്ങണവരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്.
അപ്പോൾ ഇതാണ്, ആർക്കെങ്കിലും കിട്ടാണ്ടെങ്കിൽ ഈ സെൻറ്ററുകളിൽ പോയാൽ കിട്ടും. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൽ കോൾ സെൻറ്റർ ഉണ്ട്, കംപ്ലയിൻറ്റ് സെൻറ്ററിനെ അവർ വിളിച്ചാൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വൺ മോർ ക്വസ്റ്റ്യൻസ് കൂടെ സാർ, ഇങ്ങനെ ആൾക്കാരെ എന്താണ് അവരുടെ ക്യാഷ് എല്ലാം സാർ കൊള്ളയടിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് പറയുന്നുണ്ട്. മീൻസ് പല ന്യൂസ് ചാനലും ഫേക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോസിറ്റീവ് ലെവലിൽ ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് ഒരു ചാനലിൽ ഞാൻ കണ്ടിരുന്നു, ബോച്ചെ തട്ടിപ്പ് വീരൻ, വെട്ടിപ്പ് വീരൻ അതായത് എന്ന് പറയുന്നത്. അതിൽ 2-3 കാരണങ്ങൾ ശ്രദ്ധിച്ചത്. ഒന്ന്, 812 കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബ്ലഡ് ബാങ്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ഓടി, ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല, തട്ടിപ്പുകാരൻ. ഇതാണ് ഒന്ന്. അതിന് മറുപടി, ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്നുള്ളത് സത്യമാണ്. ഒരു വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പല സ്ഥലത്തും ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ദിവസേന രക്തം നൽകാൻ വേണ്ടി ബോച്ചെ ബ്ലഡ് ഡോണേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി പല ജില്ലകളിലും ആംബുലൻസ് സർവീസോടുകൂടി ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ട്, ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല. ഉദ്ദേശശുദ്ധി, ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് കിട്ടുക, അതിന് ഓടി ബ്ലഡ് കിട്ടുന്നു. എന്നാൽ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല എന്നത് തട്ടിപ്പാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ. ബ്ലഡ് ഡോണേഴ്സിനെ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി ബ്ലഡ് എത്തിച്ചു കൊടുത്താൽ പോരെ, ജീവൻ രക്ഷിച്ചാൽ പോരെ. അപ്പോൾ അതൊന്നും പറയില്ല ആർക്കൊക്കെ ബ്ലഡ് കിട്ടിയെന്ന്. ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ തട്ടിപ്പ്. ഇപ്പോൾ പറയുന്നത് മറ്റൊരു തട്ടിപ്പ്, എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പലതിലും ഞാൻ ഡയറക്ടറല്ല, പലതിലും ഞാൻ MD അല്ല എന്നൊക്കെ. അതായത് ടാറ്റ, ബിർള ഏതെടുത്ത് നോക്കിയാലും വലിയ ബിസിനസ് ഒരുപാടാവുമ്പോൾ എല്ലാത്തിലും MD, എല്ലാത്തിലും ഡയറക്ടർ, എല്ലാ കാര്യങ്ങളും ഓണർ തന്നെ ഒരുമിച്ച് നോക്കണമെന്നില്ല. പലതിൻ്റെയും ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാവും. ഡയറക്ടർമാർ സ്റ്റാഫാവും, മകളാവാം, ഭാര്യയാവാം, വിശ്വസ്തരായ സീനിയർ സ്റ്റാഫുകളാവാം. ഇതൊക്കെ ബിസിനസ് അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് പല കമ്പനിയിലും ഡയറക്ടറല്ല. അതെന്ത് തട്ടിപ്പ്? അതെൻ്റെ ഇഷ്ടമല്ലേ? തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൈസ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് മലങ്കര സൊസൈറ്റി ഉണ്ട്, അവിടെ ഡെപ്പോസിറ്റ് വാങ്ങാം. നമുക്ക് നിയമമുണ്ട്, മൾട്ടി സ്റ്റേറ്റ് ആണ്, അവിടെ ഡെപ്പോസിറ്റ് വാങ്ങാം. ഞങ്ങൾക്ക് NBFC 300ഓളം ബ്രാഞ്ച് ഉണ്ട്, ബോച്ചെ ഗോൾഡ് ലോൺ, അവിടെ NCD ഇട്ടിട്ടുള്ളവരുണ്ട്. പിന്നെ സ്കീമുകളുണ്ട്, 10 പവനിട്ട് 11 പവൻ കിട്ടുന്നത്, പണിക്കൂലി ഇല്ലാത്ത സ്കീമുകൾ, ഇങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ 3000-4000 കോടി രൂപ ടേൺ ഓവർ ഉള്ള കമ്പനിയാണിത്. അപ്പോൾ ഇതിൽ ആൾക്കാർ വന്ന് വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞ 161 വർഷമായിട്ടും ഇപ്പം എൻ്റെ കാലയളവ് 30 വർഷമായിട്ടും ഒരാൾക്ക് 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല, മുതൽ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരാൾക്ക് ഒരു ലാഭം കിട്ടിയില്ല എന്ന് ഒരു പരാതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറയുമ്പോൾ മിണ്ടില്ല. ന്യൂസ് ഫേക്ക് അല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ചെറിയ 10 lakh ഓഫർ ചെയ്തു എന്ന് വരെ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പലതും ഉണ്ടാവും. തെളിവുകളായിട്ട് വരാൻ പറയും, ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിൽ വെൽക്കം, എപ്പോൾ വേണമെങ്കിൽ പറയാം. സത്യസന്ധമായ കാര്യങ്ങൾക്ക് വെൽക്കമാണ്. പിന്നെ പരദൂഷണം ആർക്ക് എപ്പോൾ വേണമെങ്കിലും പറയാലോ. ഒരു വ്യവസായ പ്രമുഖന്റെ തിരക്കുകളിൽ സഹജീവികളെ കണ്ടില്ലെന്ന് നടിക്കാതെ സാധാരണക്കാരിൽ ഒരാളായി നിന്നുകൊണ്ട് ബോച്ചെ എന്ന ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തൻ്റെ ബിസിനസ് ജൈത്രയാത്ര തുടരുന്നു. സന്തോഷം. ബോച്ചെ സാറിനെ നേരിട്ട് കാണുന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അതിന് സ്വന്തമായിട്ടുള്ള ഷോപ്പിൽ വരുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. ഭയങ്കര സന്തോഷം. അനേകം കുടുംബങ്ങൾക്ക് അത്താണിയാകുവാനും ശ്രമിക്കുന്നു. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന കോട്ട് അതിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് അദ്ദേഹം. ഇനിയും അനേകർക്ക് തൊഴിലവസരം നൽകാനും സാധാരണക്കാർക്ക് വരുമാനമാർഗം നേടിക്കൊടുക്കാനും താരജാടയില്ലാത്ത ബോച്ചെ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര വിഷൻ.